ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോര് കേട്ടോ. നമുക്ക് ഈ ഓണത്തിന് ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാം. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഈ സിമ്പിളായിട്ടുള്ള ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ്. ഞാൻ എൻ്റെ ഒരു പിസ്ത ഗ്രീൻ ബ്ലൗസിലാണ് ഇത് ചെയ്യണത്. ബാക്ക് സൈഡിൽ കുറച്ച് ഹൈനെക്കായിട്ട് തുന്നിയിട്ടുള്ളതുകൊണ്ട് ബാക്ക് സൈഡിലാണ് കേട്ടോ ഈ ഒരു പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് തുമ്പി, ഒരു ലോട്ടസ്, അങ്ങനെ ഇതിലേക്ക് മാച്ചിങ് ആവുന്ന രീതിക്ക് നമുക്ക് ഒരു പുളിയിലക്കര സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ കുറച്ച് കട്ടിക്കറിയായിട്ടുള്ള സെറ്റ് മുണ്ടൊക്കെ വെച്ച് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈനായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇഷ്ടം പോലെ ഡിസൈൻസ് പിൻട്രസ്റ്റിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കും. അതായത് ഔട്ട്ലൈൻ ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ട്രേസിങ് ഷീറ്റ് വെച്ചിട്ട് ഡ്രസ്സിലേക്ക് എവിടെയാണോ പെയിൻറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് നമുക്ക് ട്രേസ് ചെയ്താൽ മതി. എനിക്കിങ്ങനെ ഹൈനെക്കുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുർത്തിയുടെ ഒരു പോർഷനിലേക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുർത്ത ഉണ്ടെങ്കിലോ എവിടെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വരയ്ക്കാൻ അധികം അറിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ട്രേസിങ് ഷീറ്റിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പിൻട്രസ്റ്റിലുള്ള ഡിസൈനൊക്കെ കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസൈൻ ഡ്രസ്സിലേക്ക് ട്രേസ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇനി നമുക്കിതിൻ്റെ പെയിൻറ്റിങ് പാർട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നമ്മുടെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് കളേഴ്സാണ് കേട്ടോ. അക്രിലിക് പെയിൻ്റാണ് എടുക്കുന്നത്. അതിലൊരു ഗോൾഡൻ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് അധികം പേസ്റ്റൽ ഷെയ്ഡ്സാണ്. അപ്പോൾ ഉള്ള ഷെയ്ഡ്സ് വെച്ചിട്ട് ഞാനത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്രഷ് സെറ്റ് ഞാൻ മീഷോന്ന് പണ്ടൊരിക്കൽ മേടിച്ചിട്ടുള്ളതാണ്. ആർട്ടിസൻ എന്താണ് അതിൻ്റെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ സിമിലർ ഏതെങ്കിലും ബ്രഷ് സെറ്റ് ഇത് ഒരു 137 147 രൂപയ്ക്കായിട്ടാണ് ഞാൻ ഈ ഒരു 10-12 ബ്രഷിൻ്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുള്ളത്. ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഇത് ധാരാളമാണ്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞാൻ ഡിസൈൻ വരച്ച് വെച്ചിട്ടുള്ളതിനെ ഒരു ക്രീം കളറ് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കളേർഡ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഈ പെയിൻറ്റ് നമ്മൾ അങ്ങനെ തന്നെ ഡ്രസ്സിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറിൽ വേരിയേഷൻ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു വൈറ്റ് ബേസ് വെച്ചിട്ട് ആദ്യം ചിത്രത്തിനൊന്ന് ലൈൻ ചെയ്തെടുക്കും, ഫില്ല് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ മീതേക്ക് വേറെ കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഏത് കളറാണോ ആ കളർ തന്നെ നമുക്ക് കിട്ടുള്ളൂ, നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡല്ല ഡാർക്ക് ഷെയ്ഡാണ് നിങ്ങളുടെ ഫാബ്രിക് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഇത് ലൈൻ ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിങ്ങനെ ഇട്ടാലും നല്ല രസം ഉണ്ടായിരിക്കുമല്ലോ എന്ന്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലേ മറ്റേ ഓണത്തിൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ ആർട്ട് പോലെയായിട്ട് അങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഈ സ്റ്റേജിലും വെച്ച് നമുക്ക് ഈ ഡിസൈനെ ഫിനിഷ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ ഔട്ട്ലൈൻ ചെയ്തിട്ട പോലെ ചെയ്താലും അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ഈ ഒരു വൈറ്റിൽ ഈ ഷെയ്ഡിങ്ങോട് കൂടി തന്നെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ കൊടുത്തിട്ടാലും അത് നന്നായിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇതിനെ കളർ ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സാറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് ഞാൻ ഈ ഒരു താമരയുടെ ഇലയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പർട്ടിക്കുലർ പാറ്റേൺ, അതായത് നമുക്ക് ഇന്ന രീതിയിൽ ബ്രഷ് പിടിക്കുക, ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക, അങ്ങനെയൊന്നും പറഞ്ഞു തരാനായിട്ടില്ല. നമ്മൾ കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് നാച്ചുറലി ആ ഒരു ലീഫ് കാണുന്ന ഒരു നാച്ചുറൽ ഫിനിഷ് തോന്നുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. പെയിൻറ്റിങ്ങൊക്കെ അധികവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടല്ല മനസ്സിലാക്കി കൊടുക്കുക. അപ്പം ആരാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ മറ്റുള്ളവർ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനെ കുത്തിയിരുന്ന് കുറേ കാണുമ്പോൾ അവരുടെ ആ മൂവ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാവുമല്ലോ. അതെങ്ങനെയാണ് ബ്രഷ് എടുക്കണേ, ഏത് സൈഡിൽ നിന്നാണ് അവർ ആ ഒരു കളറ് കൊടുക്കുന്നത്, എങ്ങനെയാണ് അവർ ഡെപ്ത്ത് കൊടുക്കുന്നത്, അങ്ങനെയാണ് കേട്ടോ നമുക്ക് പെയിൻറ്റിങ്ങും ഇതൊക്കെ പഠിക്കാൻ പറ്റുക. അതല്ലാതെ ഒരു തിയറി ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കളർ തിയറിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കളർ ഏതാ, എങ്ങനെ കൊടുത്താൽ കൂടുതൽ ഡെപ്ത്ത് കിട്ടുക, അതൊക്കെ പഠിക്കാൻ പറ്റും. അതല്ലാതെ എങ്ങനെ പെയിൻറ്റ് അടിക്കണം എന്നുള്ളത് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ലോട്ടസിൻ്റെ ലീഫിലോട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആ വൈറ്റ് ബേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ചിസൽ ബ്രഷാണ് എടുത്തിട്ടുള്ളത് എളുപ്പത്തിന്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷും ഒരു റൗണ്ട് ബ്രഷും മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പരിപാടികളും നടക്കും. പക്ഷേ കുറേയും കൂടെ നമുക്ക് പ്രിസൈസായിട്ട് കിട്ടാൻ കുറച്ചധികം ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാറ്റി എടുക്കാമല്ലോ, അങ്ങനെ കേട്ടോ. ഇനി ഞാനൊരു പീച്ച് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പീച്ച് ഷെയ്ഡ് നമുക്കിങ്ങനെ പല ഷെയ്ഡ് ലെയർ ചെയ്യുമ്പോഴാണ് ആ ഒരു നാച്ചുറലി നമ്മളൊരു താമരപ്പൂവിലേക്കൊക്കെ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു
കളർ വേരിയൻസും ആ ഒരു ഭംഗി കിട്ടാം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്യുക. നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയിട്ട് നോക്കുക ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നവരുടെ ഒരുപാട് ട്യൂട്ടോറിയൽസും ഷോർട്ട് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്കില്ലിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനും അങ്ങനെയാണ്. ഓരോ പ്രാവശ്യം ഓരോരുത്തർ ഷെയ്ഡ് ചെയ്യണ കാണുമ്പോൾ അവരെങ്ങനെയാണ് ബ്രഷ് പിടിക്കണത്, അവരെങ്ങനെയാണ് കളർ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. ഞാനിപ്പോൾ ഈ ഡ്രാഗൺ ഫ്ലൈസിന് ഒരു ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത്, നമ്മൾ ഓൾറെഡി വൈറ്റ് ക്രീം കളറിൽ ഔട്ട്ലൈൻ കൊടുത്തിരുന്നു. ആ ക്രീം കളറിൻ്റെ മീതെ ഞാൻ ഈ ഗോൾഡൻ ലൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലൈറ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തിളക്കം ഉണ്ടാവും. പിന്നെ നമ്മളിത് സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെ കൂടെയൊക്കെയാണ് പെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഡിസൈനെയും നമ്മുടെ മൊത്തത്തിലുള്ള ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഭംഗിനെയൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഗോൾഡൻ ഷെയ്ഡിങ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ ലീഫിലും കുറച്ച് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ താമരപ്പൂവിൻ്റെ ഇതളിൻ്റെ എഡ്ജിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ നിർത്തിയല്ല, നമുക്കൊരു പിങ്ക് ഷെയ്ഡും കൂടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് അതിന് കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി വരുള്ളൂ. അല്ലെങ്കിൽ ഈ പേസ്റ്റൽ ഷെയ്ഡിൻ്റെ തന്നെ 2 ഷെയ്ഡ് വേരിയൻ്റ് ആയിട്ട് കൊടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി പിങ്ക് ഉണ്ട്, പീച്ചുണ്ട്, ലൈറ്റ് പിങ്ക് കളറും ഉണ്ട്. അപ്പോൾ ഈ രീതിക്ക് നമുക്കിങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു ഡെപ്ത്ത് ഫീൽ ചെയ്യുന്ന രീതിക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു ബ്രഷ് എടുത്തിട്ടുള്ള, അത്ര പോയിൻറ്റഡ് ആയിട്ടുള്ളതല്ല, എന്നാലും ചെറിയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ബ്രഷിൻ്റെ സൈസ് എനിക്കറിയില്ല, കാരണം ഈ ഒരു ബ്രഷ് സെറ്റിൽ ഒന്നിൻ്റെ വലിയ സൈസ് ഇല്ല. പ്രൊഫഷണലായിട്ടുള്ള നമ്മുടെ ബ്രഷസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണത്തിന് മേ ബി എനിക്ക് തോന്നുന്നു 40 രൂപ 50 രൂപയൊക്കെ ആയിട്ടായിരിക്കും ഒരു ബ്രഷ് കിട്ടുന്നുണ്ടാവും. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 150യുടെ ഈ ഒരു ബ്രഷ് സെറ്റ് തന്നെ ഇനഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് കൊടുത്തിട്ട് എഗെയിൻ ലൈറ്റ് പിങ്ക് കളറുണ്ടല്ലോ, ഒരു പേസ്റ്റൽ പിങ്ക് കളർ, ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കുറച്ച് വീതിയുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്ര ഫിനിഷിങ്ങിലല്ല കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ ആ താമരപ്പൂവിൻ്റെ ഇതളിന് ഇങ്ങനൊരു ടെക്സ്ചറില്ലേ, ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ട് എങ്ങനെയാണത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഭയങ്കര പെർഫെക്ഷനിസത്തിൽ ചില പെയിൻറ്റിങ്സ് കണ്ടിട്ടില്ലേ, അതായത് നമ്മൾ കുട്ടികൾ ഷെയ്ഡ് ചെയ്യുന്ന പോലെ, അതായത് കുട്ടികൾ ഷെയ്ഡ് ചെയ്യുന്നത് മോശമായിട്ടല്ല ഞാൻ പറയണത്, ഒരു കളം, ആ കളത്തിൽ കംപ്ലീറ്റ് ഇതൊന്നും ഇല്ലാതെ എന്താ പറയുക, ഇങ്ങനെ ടെക്സ്ചർ ഒന്നും ഇല്ലാതെ ഫില്ല് ചെയ്തടിക്കുന്ന രീതി അങ്ങനെയും ചെയ്യാറുണ്ട്. സാരിയിലേക്കും ഡ്രസ്സിലേക്കൊക്കെ വരുമ്പോൾ അതും ഭംഗി തന്നെയാണ്, ഇതും ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല, നമ്മൾ ഡ്രോയിങ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് എല്ലാം ഭംഗിയാണ്, എല്ലാം ചെയ്ത് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. പ്രത്യേകിച്ച് ഡ്രസ്സിലാകുമ്പോൾ അത് നമ്മൾ ഒരുപാട് സമയമെടുത്ത് അങ്ങനെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു സംഗതി കൂടി ആകുമ്പോൾ നമുക്കതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ തന്നെയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വൈറ്റ് ക്രീം കളർ പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ബ്രോക്കൺ ലൈൻസ് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഒന്നും കൂടി ആ ലീഫിന് ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ തണ്ടിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, ആ ഡ്രാഗൺ ഫ്ലൈയുടെ കണ്ണിൻ്റെ അവിടെയും തലയുടെ ഭാഗത്തൊക്കെ ചെറിയൊരു പിങ്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾ ടുഗെദർ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര ബ്ലാങ്കായിട്ട് പോവാതെ ഒരു ചെറിയൊരു ഡെപ്ത് കിട്ടുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഡാർക്ക് പിങ്ക് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കുക, നമ്മൾ വരച്ച പടം ഒന്ന് നോക്കിയിട്ട് പിന്നെ അതിലേക്ക് ടച്ച് ചെയ്ത് കറക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് നോട്ട് ചെയ്യാനുള്ളത്, നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എന്തെങ്കിലും വെക്കണം, താഴത്തേക്ക് പടരാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെയർ ചെയ്ത് കാണിക്കുന്നതാണ്. എനിക്ക് അത്ര നന്നായിട്ട് പോസ് ചെയ്യാനൊന്നും അറിയില്ല. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ.